നമസ്കാരം. കൃഷി ദർശനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലുള്ള തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പടിപ്പോട്ടുപാറ എന്ന സ്ഥലത്താണ്. 20ഓളം വർഷം സൈനിക സേവന രംഗത്ത് പ്രവർത്തിക്കുകയും പിന്നീട് കാർഷിക വൃത്തിയിലേക്ക് ഏർപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ശ്രീ അജിത് കുമാർ. അദ്ദേഹത്തിന്റെ ജൈവീയ കൃഷി രീതികളെ നമുക്ക് പരിചയപ്പെടാം. രണ്ട് ദശാബ്ദക്കാലത്തെ സൈനിക സേവനത്തിനു ശേഷം റിട്ടയർമെന്റ് ജീവിതം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്ന അന്വേഷണത്തിലാണ് അജിത് കുമാർ കൃഷിയിലേക്ക് എത്തുന്നത്. പല തട്ടുകളായി കിടന്നിരുന്ന 60 സെന്റിൽ ഭൂപ്രകൃതിക്ക് മാറ്റം വരുത്താതെ വ്യത്യസ്ത സമ്മിശ്ര കൃഷി രീതികളുമായാണ് കൃഷിയിലേക്കുള്ള അജിത്തിന്റെ ആദ്യ കാൽവയ്പ്. കൂൺ കൃഷി, മുയൽ, കോഴി, താറാവ് കൃഷി, ശുദ്ധജല മത്സ്യകൃഷി, വിവിധ ഇനം പച്ചക്കറികൾ, വാഴ, കുരുമുളക്, ശീമച്ചക്ക, റബ്ബർ തുടങ്ങി വ്യത്യസ്ത ഇനം കൃഷികളാൽ സമൃദ്ധമാണ് ഈ കൃഷിത്തോട്ടം. 20 വർഷം സൈനിക സേവനം നടത്തിയിട്ട് അതിൽ നിന്ന് വിരമിച്ചിട്ട് കൃഷിയെ സ്നേഹിക്കാനുണ്ടായ കാരണം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജയ് ജവാൻ ജയ് കിസാൻ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അഗ്രികൾച്ചർ ഫീൽഡ്, അതായത് കൃഷി സംരംഭങ്ങളാണ് എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ഈ സംരംഭങ്ങളിലേക്ക് വരാൻ കാരണം. പ്രധാനമായിട്ട് ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ പ്രധാനമായി കൃഷി ചെയ്യുന്നത് കൂൺ കൃഷി ചെയ്യുന്നുണ്ട്, ശുദ്ധജല മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ റാബിറ്റ് ഫാമുണ്ട്, സ്വന്തം ആവശ്യത്തിനായിട്ടുള്ള മുട്ടക്കോഴി, താറാവ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അധിക മുതൽ മുടക്കില്ലാതെ നല്ല വരുമാനം നേടാൻ സാധിക്കുന്ന കൃഷിയാണ് കൂൺ കൃഷി. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ധാരാളം വിളവ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നതിനാൽ തന്നെ ധാരാളം കർഷകരെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. ക്യാൻസറിനെ നിയന്ത്രിക്കാനും കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സാധിക്കുമെന്നതിനാൽ കൂൺ കൃഷി ചെയ്യാൻ ഇപ്പോൾ രംഗത്തിറങ്ങുന്നവരും അധികമാണ്. ശ്രീ അജിത് കുമാറിന്റെ കൂൺ കൃഷി രീതികളെ പരിചയപ്പെടാം. വീടിന് മുകളിൽ ടെറസിൽ തയ്യാറാക്കിയിട്ടുള്ള കൂൺ ഷെഡിൽ 400ഓളം കൂൺ ബെഡുകൾ ഒരുക്കിയിട്ടുണ്ട്. വെള്ളനാട്ടുള്ള മിത്രനികേതന്റെ സാങ്കേതിക സഹായത്തോടെ വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും വാങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് മഷ്റൂം കൃഷിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വെള്ളത്തിലോ ആവിയിലോ പുഴുങ്ങിയെടുത്ത് അണുനശീകരണം നടത്തിയ വൈക്കോലാണ് കൂൺ കൃഷിയുടെ പ്രധാന മാധ്യമം. വെള്ളം പിഴിഞ്ഞാൽ ഇറ്റിറ്റു വീഴാത്ത തരത്തിൽ ജലാംശം വൈക്കോലിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി പോളിത്തീൻ കവറുകളിൽ ചുമ്മാടുകളാക്കി 4 തട്ടുകളായി അടുക്കുന്നു. ഓരോ തട്ടിനിടയ്ക്കും പോളിത്തീൻ കവറിനോട് ചേർത്ത് കൂൺ വിത്തുകൾ വിതറുന്നു. കവറിന്റെ വായ്ഭാഗം കയറുകൾ കൊണ്ട് ബന്ധിപ്പിച്ച് കൂൺ ഷെഡിൽ തൂക്കിയിടുന്നു. കൂൺ വിത്തുകൾക്ക് വായുസഞ്ചാരം സാധ്യമാക്കാൻ അണുവിമുക്തമായ സൂചി ഉപയോഗിച്ച് 15 മുതൽ 20 വരെ സുഷിരങ്ങൾ കവറിൽ സൃഷ്ടിക്കുന്നു. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ വായുസഞ്ചാരമുള്ളതും എന്നാൽ അധികം വെളിച്ചം കടക്കാത്തതുമായ അന്തരീക്ഷമാണ് വേണ്ടത്. പതിനഞ്ച് മുതൽ 20 ദിവസങ്ങൾക്കുള്ളിൽ കൂൺ തന്തുക്കൾ വളരാൻ തുടങ്ങും. അപ്പോൾ അണുവിമുക്തമാക്കിയ ബ്ലേഡ് ഉപയോഗിച്ച് കവറിൽ കീറലുകൾ സൃഷ്ടിക്കുക. തുടർന്ന് സൂര്യവെളിച്ചം അനുവദിക്കുക. ബെഡ് തയ്യാറാക്കി 24 ദിവസത്തിൽ ആദ്യ വിളവെടുപ്പ് നടത്താം. ഇത്തരത്തിൽ 45 ദിവസം വരെ വിളവെടുക്കാൻ കഴിയും. ഒരു ബെഡിൽ നിന്നും 3 പ്രാവശ്യം വിളവെടുക്കാം. വിളവെടുത്ത ശേഷം ഉപയോഗശൂന്യമായ ബെഡുകൾ വെർമി കമ്പോസ്റ്റ് യൂണിറ്റിലേക്ക് മാറ്റി
ജൈവവളമാക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ 2 യൂണിറ്റ് മഷ്റൂം കൃഷിയാണ് അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ ചെയ്തു. ഇപ്പോൾ 500ഓളം ബെഡ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ദിവസം ഏതാണ്ട് 8-10 കിലോയോളം തന്നെ അദ്ദേഹത്തിന് ഉൽപ്പാദനവും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ നല്ല രീതിയിലുള്ള വിറ്റഴിക്കലിനും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. നല്ല രീതിയിൽ ട്രെയിനിങ്ങുകൾ കൊടുത്ത് ഗ്രൂപ്പുകളെ സജ്ജമാക്കുന്നതിലും അദ്ദേഹം തനിക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ട്. പിന്നെ നമ്മൾ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതിയിൽപ്പെട്ട് തന്നെ കഴിഞ്ഞ വർഷം 2014-15 കാലഘട്ടത്തിൽ ഒരു 1.5 യൂണിറ്റ് വെർമി കമ്പോസ്റ്റ് ടാങ്ക്, അതായത് നമുക്ക് ഈ മഷ്റൂം കൃഷിയുടെ ഭാഗമായിട്ടും പിന്നെ മറ്റു കൃഷിയുടെ സംബന്ധിച്ചും എല്ലാം നമുക്ക് ഒരുപാട് വേസ്റ്റുകൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് വേസ്റ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടെയാണത്. അപ്പോൾ പിന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വേസ്റ്റായിട്ട് വരുന്ന ഒരുപാട് മാലിന്യങ്ങൾ കൃഷി സംബന്ധിച്ച് വരുന്നുണ്ട്. വീട്ടുവളപ്പിൽ തന്നെ അത് കൂട്ടിയിടാതെ നല്ലൊരു മാതൃകയായിട്ട് തന്നെ അദ്ദേഹം നല്ലൊരു തുക സ്വന്തം കയ്യിൽ നിന്ന് ചിലവാക്കി 30,000 രൂപ സബ്സിഡിയിൽ നിന്ന് തന്നെ നല്ലൊരു 1.5 യൂണിറ്റ് നല്ല വലിപ്പമുള്ള ഒരു വെർമി കമ്പോസ്റ്റ് ടാങ്ക് നിർമ്മിക്കുകയും ചെയ്തു. നല്ല രീതിയിൽ അണുവിമുക്തമാക്കിയ സാഹചര്യത്തിൽ മാത്രമേ കൂണിന് വളരുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ മിത്രനികേതന്റെ സഹായത്തോടെ ശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ കൂൺ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. കാലുകൾ അണുവിമുക്തമാക്കിയ ശേഷമേ കൂൺ ഷെഡിൽ ആരും പ്രവേശിക്കാൻ പാടുള്ളൂ. കീടങ്ങൾ ആക്രമിക്കാതിരിക്കാൻ 4 വശവും നെറ്റുകൊണ്ട് മറച്ചിട്ടുണ്ട്. ഇവിടെ നെറ്റിനു മുന്നിലായി ആവശ്യാനുസരണം വെളിച്ചത്തെ നിയന്ത്രിക്കാനായി കർട്ടനും ഒരുക്കിയിട്ടുണ്ട്. ചൂട് നിയന്ത്രിക്കാൻ ഷെഡിന് മുകളിൽ തെർമോകോൾ അടുക്കിയിട്ടുണ്ട്. 24 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള അന്തരീക്ഷ ഊഷ്മാവ് കൂൺ കൃഷിക്ക് അനുയോജ്യമാണ്. നെറ്റിനു മുകളിലെ കർട്ടനിൽ വെള്ളം ഒഴിച്ചുകൊടുത്തും കൂൺ ബെഡിൽ വെള്ളം സ്പ്രേ ചെയ്തും താപനില കൃത്യമാക്കേണ്ടതുണ്ട്. കൃഷിയിൽ അജിത് കുമാറിനെ സഹായിക്കാൻ ഭാര്യ വസന്തകുമാരിയും മകൾ അപർണയുമുണ്ട്. കൂൺ കൃഷി ബെഡ് നിറയ്ക്കാനും പിന്നെ ആളുകൾക്ക് പരിശീലനം കൊടുക്കുകയും ഒക്കെ എല്ലാത്തിനും കൂടെ നിൽക്കും. മുയൽ പരിപാലനമുണ്ട്, കൂൺ കൃഷി, പിന്നെ മീൻ വളർത്തുന്നുണ്ട്, ഒരു ചെറിയ കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. വിളവെടുത്ത കൂണുകൾ പാക്കറ്റിലാക്കുന്നതിനും ശാസ്ത്രീയമായ രീതികൾ അജിത് കുമാർ പിന്തുടരുന്നു. പോളിത്തീൻ ഷീറ്റിൽ സുഷിരങ്ങൾ നിർമ്മിച്ച് വായുസഞ്ചാര യോഗ്യമാക്കുകയും പോളിത്തീൻ കവറിൽ കൂൺ നിറയ്ക്കുകയും ചെയ്യുന്നു. വായ്ഭാഗം സ്റ്റാപ്ലർ കൊണ്ട് ബന്ധിക്കുമ്പോൾ വിൽപ്പനയ്ക്കായി കൂൺ തയ്യാറായി. വിപണനത്തിനായി പുറത്തുള്ള വിപണികളെ ഒന്നും അജിത് കുമാറിന് ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഈ ഗ്രാമപ്രദേശത്തും കൂൺ കൃഷിയെക്കുറിച്ച് അറിഞ്ഞ് ആവശ്യക്കാർ നേരിട്ടെത്തുകയാണ് പതിവ്. നാനൂറിലധികം ബെഡുകൾ ഉണ്ടെങ്കിലും ആവശ്യക്കാർക്കെല്ലാം കൊടുക്കാൻ തികയാത്ത അവസ്ഥയാണുള്ളതെന്നാണ് ഈ കർഷകന്റെ അനുഭവ സാക്ഷ്യം. കൂൺ കൃഷിയെക്കുറിച്ച് പഠിക്കാനും ധാരാളം പേർ നിത്യവും ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. തന്റെ അനുഭവത്തിൽ കൂൺ കൃഷി രീതിയുടെ സാങ്കേതികത പഠിതാക്കൾക്ക് പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ ആവശ്യക്കാർക്ക് കൂൺ ബെഡുകളും നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അജിത് കുമാർ. കൂൺ ആദ്യമായിട്ട് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച സമയത്ത് അച്ഛനും അമ്മയും വിളവെടുത്ത് അതിന്റെ ഒരു പ്രിപ്പറേഷനൊക്കെ കണ്ടപ്പോൾ ആദ്യം ഇഷ്ടമില്ലായിരുന്നു. പിന്നെ അത് വയ്ക്കാനും പിന്നെ ആളുകൾക്ക് അതിനോടുള്ള താല്പര്യം അതിന്റെ ഗുണകരമായ മേഖലകളും അതിന്റെ സ്വാദും എല്ലാം കൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെട്ടു. ഇതുവരെ താല്പര്യം MBBS എടുക്കണമെന്നായിരുന്നു. ഇപ്പൊ ഏറെക്കുറെ ഈ കൃഷി കണ്ട് വളർന്നതിന് ശേഷം ആ ഒരു മേഖലയിൽ മെയിനായിട്ട് ഫിഷറി ഏരിയയിൽ കുറച്ച് താല്പര്യമുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ സംയോജിത മത്സ്യകൃഷിയിൽ ഉൾപ്പെടുത്തി അജിത് കുമാർ ശുദ്ധജല മത്സ്യകൃഷി കൂടി നടത്തിവരുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് കോഴി, താറാവ്, പച്ചക്കറി, മുയൽ തുടങ്ങി വിവിധ ഇനം കൃഷിരീതികൾ കൂടി അദ്ദേഹം സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്.
ഒരു വീടിനാവശ്യമായ മുഴുവൻ പോഷകഗുണങ്ങളും അവിടെ തന്നെ കൃഷിയിലൂടെ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ സംയോജിത മത്സ്യകൃഷി പദ്ധതിയുമായി കൈകോർത്തുകൊണ്ട് പടുതക്കുളത്തിൽ ആസാം വാള ഇനത്തിൽപ്പെട്ട 1000-ഓളം മത്സ്യങ്ങളാണ് അജിത് കുമാർ കൃഷി ചെയ്തു വരുന്നത്. 80 അടി നീളത്തിൽ 10 അടി വീതി 6 അടി ഉയരത്തിലാണ് ഇവിടെ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 85 അടി നീളമുള്ള പടുതയുടെ ഒറ്റ ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത്. ശുദ്ധജലത്തിലെ മത്സ്യകൃഷിക്കായി ഫിഷറീസ് വകുപ്പിൽ നിന്നും സബ്സിഡി ഇനത്തിൽ 66,000 രൂപ ഈ കർഷകന് ലഭിച്ചു. അതിൽ നിന്നാണ് മാർക്കറ്റിലേറെ മൂല്യമുള്ള ആസാം വാള ഇനത്തിൽപ്പെട്ട മത്സ്യത്തിന്റെ കൃഷിയിലേക്ക് ഈ കർഷകൻ എത്തിച്ചേർന്നത്. 2014-2015 വർഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആത്മാവുമായി സംയുക്തമായി സംഘടിപ്പിച്ച ഒരു പദ്ധതി പ്രകാരം ശുദ്ധജലത്തിൽ പറുതാക്കുളത്തിലെ ശുദ്ധജല സംയോജിത മത്സ്യകൃഷി, അതായത് മീൻ വളർത്തൽ, അതിനോടൊപ്പം മറ്റ് കൃഷികൾ, പച്ചക്കറി കൃഷി, താറാവ്, കോഴി, ആട്, മുയൽ, ഇത്തരത്തിലുള്ള കൃഷികളുടെ കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ഒരു ഫാർമർ കർഷകനാണ് ഞാൻ. 1000-ഓളം മീൻ ഒരു കുളത്തിൽ തന്നെ കുളം കെട്ടി സിൽപോളിൻ ഉപയോഗിച്ച് കുളം വെള്ളം ഫില്ല് ചെയ്ത് അതിനകത്താണ് കൃഷി ചെയ്യുന്നത്. 1000-ഓളം ആസാം വാള വൈറ്റ് ആണ് ഞാൻ ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ഇതിന്റെ സബ്സിഡിയും സാങ്കേതിക ഉപദേശങ്ങളും മറ്റ് ട്രെയിനിങ് ക്ലാസസ് ഇതെല്ലാം തരുന്നത് ഫിഷേഴ്സ് ഡിപ്പാർട്ട്മെന്റാണ്. ഒരു വർഷമാണ് മത്സ്യത്തിന്റെ വളർച്ചാ കാലഘട്ടം. മത്സ്യങ്ങളുടെ വളർച്ചയ്ക്കായി മത്സ്യത്തീറ്റ നിത്യവും ഒരു നേരം എന്ന തോതിൽ നൽകി വരുന്നു. മീനുകളുടെ സുഗമമായ ആവാസ വ്യവസ്ഥയ്ക്കായി ഓക്സിജൻ ഫിൽറ്ററുകളും ടാങ്കിൽ ഒരുക്കിയിട്ടുണ്ട്. മലമ്പ്രദേശമായതിനാൽ തോടുകളും അരുവികളും ഈ പ്രദേശത്തെ സമ്പന്നമാക്കുന്നു. അരുവിയിലെ ശുദ്ധജലം തന്നെയാണ് ടാങ്കിലെ വെള്ളത്തിന്റെ പ്രധാന ഉറവിടം. അരുവിയിലെ ജലം ചെറുകുളം നിർമ്മിച്ച് അതിൽ ശേഖരിക്കുകയും ആവശ്യാനുസരണം ടാങ്കിലെത്തിക്കുകയുമാണ് ഇവിടെ ചെയ്യാറുള്ളത്. 2015 അന്താരാഷ്ട്ര കുടുംബകൃഷി വർഷമായിട്ട് തന്നെ ആചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പോഷക ഭക്ഷ്യ സുരക്ഷയും നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരിവിടെയുണ്ട്. നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്ത് മറ്റ് പച്ചക്കറി, മറ്റ് വാഴ തുടങ്ങിയ മറ്റ് കൃഷികൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ താറാവ്, കോഴി, മുയല്, തേനീച്ച, മത്സ്യകൃഷി തുടങ്ങി പിന്നെ കൂൺ കൃഷി, അങ്ങനെ ഒരുപാട് രീതിയിൽ തന്നെ ഒരു കുടുംബത്തിനും നമ്മുടെ ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടുന്ന രീതിയിലും നമുക്ക് ബാക്കി വരുന്ന എല്ലാ രീതിയിലും വിൽപ്പനയ്ക്കും ഇങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട്. അങ്ങനെ നമുക്ക് നല്ല കർഷകരുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന വളരെ രീതിയിൽ നന്നായിട്ട് കൃഷിയെ ഒരു മുഖ്യ വരുമാനമായി തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് കൃഷി ഒരു നഷ്ടക്കച്ചവടമല്ല. നമുക്ക് എന്തുകൊണ്ട് കുടുംബത്തിലുള്ള എല്ലാവർക്കും ചേർന്ന് നടത്തുകയാണെങ്കിൽ കൃഷി ഒരിക്കലും ഒരു നഷ്ടമല്ല. എന്നാൽ നമുക്ക് ഒരുവിധം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് താങ്ങും തണലുമായി വരുന്ന ഒരു രീതിയാണ് കൃഷി എന്നുള്ളതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു നല്ല കർഷകനാണ് ശ്രീ അജിത് കുമാർ സാർ. ഒരു വീടിനാവശ്യമായ പോഷകമൂല്യങ്ങൾ മുഴുവനും ആ വീട്ടിൽ തന്നെ കൃഷിയിലൂടെ വിളയിച്ചെടുക്കുന്ന പദ്ധതിയാണ് ഫിഷറീസ് വകുപ്പിന്റെ സംയോജിത മത്സ്യകൃഷി. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ മുയൽ കൃഷി, താറാവ് കൃഷി, കോഴിക്കൃഷി തുടങ്ങിയവയും ഈ കർഷകൻ ചെയ്തു വരുന്നു. 50ഓളം മുയലുകളാൽ സമൃദ്ധമാണ് അജിത്തിന്റെ മുയൽ കൃഷി. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ഫാം ഹൌസിൽ നിന്നും 2 ജോഡി മുയലുകളെ വാങ്ങിയാണ് മുയൽ കൃഷി ആരംഭിച്ചത്. സോവിയറ്റ് ചിഞ്ചില എന്ന ചാരനിറത്തോടുകൂടിയ മുയലും ന്യൂസിലാൻഡ് വൈറ്റ് എന്ന വെള്ളനിറത്തോടുകൂടിയ മുയലും. ബ്രോയിലർ ഇനത്തിൽപ്പെട്ട അത്യുത്പാദന ശേഷിയുള്ള മുയലുകളാണ് ഇവ. മുയൽ കൃഷി പ്രധാനമായും ചെയ്യുന്നത് ഇറച്ചിക്കും ചർമ്മത്തിനും വേണ്ടിയാണ്. കുറഞ്ഞ സ്ഥല സൗകര്യത്തിലും ചെറിയ മുതൽ മുടക്കിലും വളരെ ചെറിയ കാലയളവിൽ ഈ കൃഷിയിൽ നിന്നും മികച്ച ആദായം നേടാൻ കഴിയും എന്നതാണ് ഈ കർഷകന്റെ അനുഭവം. പ്രധാനമായും CO2 ഇനത്തിൽപ്പെട്ട പുല്ലാണ് മുയലുകൾക്ക് തീറ്റയായി നൽകി വരുന്നത്. ഒരു നേരം റാബിറ്റ് ഫുഡ് ചോറുമായി കുഴച്ച് നൽകി വരുന്നു. 1 വർഷമാകുമ്പോൾ ആൺമുയലുകൾക്ക് 5 കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും. അപ്പോഴാണ്
വിൽപ്പന നടത്താറുള്ളത്. പ്രജനനത്തിനായുള്ള പെൺമുയലുകളെ വിൽക്കാറില്ല. മുയൽ കുഞ്ഞുങ്ങളെ കൊണ്ടും സമ്പന്നമാണ് അജിത്തിന്റെ മുയൽക്കൂടുകൾ. പ്രസവിക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് അമ്മ മുയൽ സ്വന്തം ശരീരത്തിലെ പഞ്ഞി പോലുള്ള രോമം പിഴുത് ബെഡുണ്ടാക്കുന്നു. പ്രസവിച്ച മുയൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഈ ബെഡിലാണ്. 1.5 അടി ഉയരത്തിൽ 2 അടി നീളത്തിലും വീതിയിലുമാണ് ഇവിടെ ശാസ്ത്രീയമായി കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. മുയലുകളുടെ അവശിഷ്ടം താറാവിനും കോഴികൾക്കും ആഹാരമാക്കുകയാണ് പതിവ്. മുട്ടക്കോഴി, താറാവ്, കരിങ്കോഴി തുടങ്ങിയവയാണ് ഇവിടെ വളർത്തുന്ന പ്രധാന പക്ഷിയിനങ്ങൾ. 6 അടി ഉയരത്തിൽ 10 അടി നീളത്തിലും 4 അടി വീതിയിലുമാണ് ഇവിടെ കൂട് നിർമ്മിച്ചിട്ടുള്ളത്. താറാവിന്റെ വിസർജ്യം വീണ് കൂട് ചീത്തയാകാതിരിക്കാൻ മരപ്പൊടി വിതറിയിട്ടുണ്ട്. ഔഷധങ്ങൾക്കായി ഉപയോഗിക്കുന്ന കരിങ്കോഴിയും ഇവിടെ വളർത്തിവരുന്നു. സാധാരണയായി കാടുകളിൽ മാത്രം കണ്ടുവരുന്ന കാനാൻ കമുക് പോലുള്ള അപൂർവ ഇനം മരങ്ങളാലും സമൃദ്ധമാണ് ഈ കർഷകന്റെ കൃഷിഭൂമി. 20 വർഷം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ട് ഇന്ത്യയുടെ ഒട്ടുമുക്കാൽ പട്ടണങ്ങളും സംസ്ഥാനങ്ങളും കാണാനും അവരുടെയൊക്കെ ജീവിത രീതികളും കൃഷി രീതികളും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം ജീവിതത്തിൽ എനിക്കുണ്ടായി. ഇതുപോലെ തന്നെ അനുഭവിക്കുന്ന, കാണുന്ന, പഠിക്കുന്ന അനവധി സൈനികർ ഇന്ന് സർവീസിലുണ്ട്. നാളെ അവർ തിരിച്ച് നാട്ടിലെത്തിയാൽ ഈ മണ്ണിനോട് തന്നെ മനസ്സുകൊണ്ട് അവരിരിച്ചേരും. ഒരു ചെടി, ഒരു പച്ചമുളക് നട്ട് വിരിഞ്ഞ് കായായി പറിച്ച് പാത്രത്തിലാക്കി നമ്മൾ കിച്ചണിൽ കൊണ്ടുവരുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ആ ആത്മസംതൃപ്തി, അതുകൊണ്ട് തന്നെയാണ് സർവീസിൽ നിന്ന് തിരിച്ചു വരുന്ന സൈനികർ മുക്കാൽ ഭാഗവും ഈ രംഗങ്ങളിലേക്ക് എത്തുന്നത്. കൃഷിയുടെ പ്രാധാന്യത്തെ ഇന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വിഷാംശമില്ലാത്ത പച്ചക്കറികൾ സ്വന്തം വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നതിനോടൊപ്പം കൃഷിയെ ഒരു പ്രധാന വരുമാന മാർഗമായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് മറ്റൊന്നിന് വളമാകും വിധം തയ്യാറാക്കിയിരിക്കുന്ന ശ്രീ അജിത് കുമാറിന്റെ സംയോജിത കൃഷിരീതി കേരളത്തിലെ കർഷകർക്ക് മികച്ച മാതൃകയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 59.65 കോടി രൂപയുടെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി. തീറ്റപ്പുൽ കൃഷിക്കുള്ള അപേക്ഷ മെയ് 27 വരെ. വിശദമായ വാർത്തകളിലേക്ക്. പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് 59.65 കോടി രൂപയുടെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. ഇതുപ്രകാരം വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹനത്തിന് 5 കോടി രൂപയും നഗര ക്ലസ്റ്ററുകൾ രൂപീകരണത്തിന് 5.25 കോടി രൂപയും സ്ഥാപനങ്ങളിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹനത്തിന് 6 കോടി രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. വാണിജ്യ പച്ചക്കറി ക്ലസ്റ്റർ പദ്ധതിക്ക് 17 കോടി, ഗ്രേഡഡ് ക്ലസ്റ്ററുകളുടെ വികസനത്തിന് 10.65 കോടി, കിഴങ്ങുവർഗ്ഗ വിള വികസനത്തിന് 25 ലക്ഷം രൂപ, മഴമറ കൃഷിക്ക് 400 ലക്ഷം രൂപ, സൂക്ഷ്മ ജലസേചനത്തിനും ഫെർട്ടിഗേഷനും 420 ലക്ഷം രൂപയും സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്.
കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ മെയ് 26-ന് കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. കോഴി ഫാമുകളുടെ നിർമ്മാണം, തീറ്റക്രമം, കോഴി ഇറച്ചി സംസ്കരണം എന്നിവയെക്കുറിച്ച് വിശദമായ ക്ലാസുകൾ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കർഷകർ മുൻകൂറായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0487-237-0773, മറ്റൊരു നമ്പർ 95-399-67511. ക്ഷീരവികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പുൽകൃഷി പദ്ധതിക്കുള്ള അപേക്ഷകൾ മെയ് 27-ാം തീയതിക്ക് മുൻപായി ക്ഷീരവികസന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. പുൽകൃഷി, ചാഫ് കട്ടർ, ഇറിഗേഷൻ ധനസഹായം, അസോള, ഫോഡർ ട്രീസ് എന്നീ പദ്ധതികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി വെള്ളായണി കാർഷിക കോളേജിലെ പ്ലാന്റ് പത്തോളജി വിഭാഗത്തിൽ ഈ മാസം 26-27 തീയതികളിൽ കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446033030. ക്ഷീരവികസന വകുപ്പിന്റെ 2015-16 വാർഷിക പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതിയിൽ ഡയറി പ്രൊമോട്ടർമാരെ നിയമിക്കുന്നു. പ്രതിമാസം 4000 രൂപയാണ് പ്രതിഫലം. 18-നും 36-നും മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് പ്രായപരിധി 40 വയസ്സ് വരെയാണ്. SSLC-യാണ് അടിസ്ഥാന യോഗ്യത. തിരുവനന്തപുരം ജില്ലയിലെ 9 ബ്ലോക്കുകളുടെ പരിധിയിൽ താമസിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ഈ മാസം 25-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായി അതത് ബ്ലോക്കിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അപേക്ഷാ ഫോമിന്റെ മാതൃകയ്ക്കും ബ്ലോക്കുകളിലെ ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 13,400, വെളിച്ചെണ്ണ കോഴിക്കോട് 14,300 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 13,350, കൊപ്ര കൊച്ചി 9,075, കോഴിക്കോട് 9,100, തൃശൂർ 9,070 രൂപ, കുരുമുളക് അൺഗാർബിൾഡിന് 59,500, ഗാർബിൾഡ് 62,500, ചുക്ക് മീഡിയം 21,300, ബെസ്റ്റ് 23,300, മഞ്ഞൾ സേലം 8,600, ഈറോഡ് 8,900, അടയ്ക്ക 20,000-നും 21,000-നും ഇടയ്ക്ക്. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,300, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,500, കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,300, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,600 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 13,400, കൊപ്ര 9,100, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500, പിണ്ണാക്ക് റോട്ടറി 2,900, കുരുമുളക് അൺഗാർബിൾഡ് 59,500, ഗാർബിൾഡ് 62,500, ചുക്ക് മീഡിയം 21,300, ബെസ്റ്റ് 23,300, മഞ്ഞൾ നാടൻ 9,900, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും ഇടയ്ക്ക്. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 270 മുതൽ 280 രൂപ വരെ, തൊണ്ടില്ലാത്തത് 480 മുതൽ 550 രൂപ വരെ. ജാതിപത്രി 800-നും 900-നും മധ്യേ, ഗ്രാമ്പു 825 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,300, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,500, ഒട്ടുപാൽ 8,500, ലാറ്റക്സ് 9,600 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വില വീണ്ടും ഉയർന്നു. 500 രൂപ വർദ്ധിച്ച് 62,500-ലാണ് കൊച്ചിയിൽ ഗാർബിൾഡ് മുളകിന്റെ വിപണനം തുടങ്ങിയത്. ഉത്തരേന്ത്യയിലെ കറിമസാല വ്യവസായികൾ ഉൽപ്പന്നം പൊടിക്കാൻ തിരക്കിട്ട് ചരക്ക് സംഭരിച്ചു. വിദേശത്തു നിന്നും കുരുമുളകിന് ആവശ്യക്കാരുണ്ട്. സീസണിൽ റബ്ബർ സംഭരണം പുനരാരംഭിക്കാൻ സർക്കാർ ഏജൻസി രംഗത്തിറങ്ങുമെന്ന വിവരം ഷീറ്റ് വില മെച്ചപ്പെടുത്തി. ടയർ കമ്പനികൾ കിലോ 126 രൂപ വരെ നൽകി 4-ാം ഗ്രേഡ് ശേഖരിക്കാൻ ഉത്സാഹിച്ചെങ്കിലും ഷീറ്റ് ക്ഷാമം രൂക്ഷമാണ്. കൊപ്ര കളങ്ങളിൽ തേങ്ങവെട്ട് സജീവമായതോടെ മില്ലുകാർ നിരക്കിടിച്ച് ചരക്കെടുക്കാനുള്ള ശ്രമത്തിലാണ്. മലബാർ മേഖലയിൽ വെളിച്ചെണ്ണ വില താഴ്ന്നു. ഏലക്ക സംഭരണത്തിൽ നിന്നും കയറ്റുമതിക്കാർ അല്പം പിൻവലിഞ്ഞു.
സീസൺ അടുത്തതാണ് ലേലത്തിൽ കയറ്റുമതിക്കാരുടെ സാന്നിധ്യം കുറച്ചത്. കൊച്ചിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ 938 രൂപയിൽ ലേലം കൊണ്ടു. ശരാശരി ഇനങ്ങൾ 653 രൂപയിലാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.5, 26.2. കൊച്ചി 32.2, 25.6. ആലപ്പുഴ 32.2, 25.4. പുനലൂർ 31.8, 23. തിരുവനന്തപുരം 31, 25.3 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.